ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കി പൈയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബേക്കിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും. എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പം നിങ്ങൾക്കുള്ള സമ്മാനത്തിൻ്റെ കാര്യം അറിയാമല്ലോ. 15K സബ്സ്ക്രൈബ് ആകുമ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത്. 2 പേർക്ക് ഇതുപോലത്തെ ഫുൾ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. എല്ലാ ബേക്കിംഗ് ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ 2 പേർക്ക് ഐസിങ് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദാമാവ് എടുക്കാം. അടുത്തതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇത് അരിച്ച് വെച്ചിരിക്കുന്ന മൈദ മാവായതുകൊണ്ടാണ് ഞാൻ അരിച്ച് ചേർക്കാത്തത്. ഇനി നല്ല വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ മാവൊക്കെ അരിച്ച് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മാവ് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ എടുക്കുമ്പോൾ നല്ല മെൽറ്റായ ബട്ടർ എടുക്കുക കേട്ടോ. കാരണം നല്ലതുപോലെ തണുപ്പൊക്കെ മാറിയിട്ടാണ് എടുക്കാൻ. കാരണം എൻ്റെത് ഇത്തിരി കട്ടിയായിട്ടിരുന്നു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നിങ്ങൾ സാദാ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ബ്രൗൺ ഷുഗർ തന്നെ ചേർക്കണം കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ആ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു വിസ്ക് മാത്രം മതി. നല്ലതുപോലെ ഒന്ന് അലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല മെൽറ്റായ ബട്ടറാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ നല്ല ഇത്തിരി തണുപ്പുള്ളത് കൊണ്ടാണ് പതുക്കെ മിക്സായി കിട്ടിയത് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് അരിച്ചു വച്ചിരിക്കുന്ന ഫ്ലോർ കുറച്ച് വീതം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ലൂസായിട്ടല്ല ഇരിക്കുന്നത്, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വീതം ചേർത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പതുക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വീതം മൈദാമാവ് ചേർത്ത് എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കാതെ ഇതുപോലെ കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ബേക്കിങ്ങൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവരും വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചോക്കോ ചിപ്സാണ് ചേർക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ചോക്കോ ചിപ്സ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചോക്കോ ചിപ്സ് ചേർക്കുക. നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചോക്കോ ചിപ്സ് തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചിട്ട് കൊടുക്കും. എന്നിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ തയ്യാറാക്കി കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് ചേർത്താലും മതി കേട്ടോ. നമ്മൾ പുറത്ത് സെയിൽ ചെയ്യാനാണെങ്കിൽ ചോക്കോ ചിപ്സ് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു കേക്ക് ടിന്നിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒന്ന് സൺഫ്ലവർ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത ശേഷമാണ് നമ്മളിതിലേക്ക് ബട്ടർ പേപ്പർ ഒന്നും വയ്ക്കുന്നില്ല, അല്ലാതെയും വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ അങ്ങനെ വച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ പകുതിയോളം ആ ഒരു ബാറ്റർ എടുത്ത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിക്കൊന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ന്യൂട്രലാണ് കേട്ടോ. അപ്പോൾ നല്ല മധുരമാണ് കേട്ടോ ഈ ഒരു കുക്കീസിന്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ന്യൂട്രല്ല മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ന്യൂട്രല്ല പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഒരു ചോക്ലേറ്റൊക്കെ ചേർക്കുന്നതനുസരിച്ച് നമുക്കതിന് എമൗണ്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചേർക്കുന്നത് അതനുസരിച്ച് നമുക്ക് ആവുന്ന പൈസ നമുക്ക് എമൗണ്ട് കൂട്ടി നമുക്ക് ഇത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ തുക വാങ്ങിക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ന്യൂട്രലായി കുറച്ച് ചോക്ലേറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നല്ല വില കൂടിയ ചോക്ലേറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇതുപോലെ ന്യൂട്രല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ കൂടുതൽ മധുരം
അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇത്തിരി കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ വീട്ടിലായതുകൊണ്ടാണ് ഞാൻ കുറച്ച് അളവിൽ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂട്രല്ല ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന ആ ഒരു ഡോയും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 170 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 22 മിനിറ്റ് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ. ഇത് കൂടുതൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല കേട്ടോ. അത്ര മധുരമൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മധുരം കുറച്ചാണ് തയ്യാറാക്കിയത്. കാരണം മധുരത്തോട് അധികം പ്രിയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ നിറയെ ഇതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ബീറ്ററൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇതൊന്നും ചെയ്യാതിരിക്കേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. നമുക്ക് ഓവൺ ഇല്ലാത്തവർ നമ്മളിതുപോലെ അലുമിനിയം പാത്രം ചൂടാക്കി അതിലൊന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഷെയറും എല്ലാം ചെയ്തോണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.